Hello friends, എന്റെ പേര് രമ്യ. വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് സിംപ്ലിഫൈഡ്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സിന്റെ ഒക്കെ വാല്യൂസ് നമുക്ക് എളുപ്പം നോക്കി മനസ്സിലാക്കാനും ഒരു ചെറിയ അനാലിസിസ് ഒക്കെ നടത്താനായിട്ട് ഒരു അടിപൊളി വെബ്സൈറ്റ് കൂടെ പരിചയപ്പെടുത്താമെന്ന്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. വെബ്സൈറ്റിന്റെ പേര് സ്ക്രീനർ എന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ഒക്കെ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വെബ്സൈറ്റ് മാക്സിമം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള 2 വീഡിയോസും എന്തായാലും പോയിട്ട് കാണണം. ലിങ്ക് ഞാൻ മുകളിൽ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ എനിക്കൊരു ഡിസ്ക്ലെയിമർ കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ വീഡിയോയില് അനാലിസിസിന് യൂസ് ചെയ്യുന്ന സ്റ്റോക്സ് ഒന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കാണരുത്. ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ്. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. അപ്പൊ നമുക്ക് നേരെ സ്ക്രീനറിലേക്ക് പോകാം. അപ്പൊ നമ്മള് സ്ക്രീനർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ക്രീനറിന്റെ ഹോം പേജ്. കണ്ടാൽ തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു UI ആണ്. ഇതിൽ 2 സെർച്ച് ബോക്സസ് ഉണ്ട്, കമ്പനി സെർച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെയാണ് നമുക്ക് വേണ്ട കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏഷ്യൻ പെയിന്റ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഏഷ്യൻ പെയിന്റ്സ് വന്നു കഴിഞ്ഞു. അപ്പൊ ഏഷ്യൻ പെയിന്റിന്റെ റിസൾട്ട് ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് കാണുന്ന ഈ ബ്ലോക്കില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറെ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ. ഇപ്പൊ മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഷെയറിന്റെ കറന്റ് പ്രൈസ് കാണിക്കുന്നുണ്ട്, അതുപോലെ ഒരു വർഷത്തെ ഷെയറിന്റെ ഹൈ പ്രൈസും ലോ പ്രൈസും എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്, ബുക്ക് വാല്യൂ ഉണ്ട്, അതുപോലെ സ്റ്റോക്കിന്റെ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ കാണിക്കുന്നുണ്ട്, ഡിവിഡന്റ് ഈൽഡ് കാണിക്കുന്നുണ്ട്, അതുപോലെ ROCയും ROEയും കാണിക്കുന്നുണ്ട്. ഇപ്പം ROCE നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 15% എങ്കിലും വേണം, അതിലും മുകളിൽ വേണം, അതാണ് നല്ലൊരു ROCE എന്ന് പറഞ്ഞാൽ. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ഒരു 12% എബവ് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 2 കാര്യങ്ങളും നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഒരു ചാർട്ടാണ്. ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് കാണിക്കുന്നത് 1 ഇയർ ചാർട്ടാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രൈസും എങ്ങനെയാണ് ആ പ്രൈസ് മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്കിതിൽ മാക്സ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അതായത് ഇപ്പം കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള അതിന്റെ ഒരു ഗ്രോത്ത് ആണ് ഈ കാണിക്കുന്നത്. ഇപ്പം കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് നമുക്ക് ഈ ചാർട്ടിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇപ്പം ഇനിയാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിയർ കമ്പാരിസൺ വരുന്നത്. അപ്പൊ ഇവിടുന്ന് അതിന്റെ സെക്ടർ പെയിന്റ്സ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ പെയിന്റ് സെക്ടറിലുള്ള എല്ലാ കമ്പനീസും ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്പനീസിന്റെ ഒക്കെ പല ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സും അതിന്റെ വാല്യൂസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരൊറ്റ ഫീച്ചർ കൊണ്ടാണ് എനിക്ക് സ്ക്രീനർ നല്ല ഇഷ്ടമായത് ശരിക്ക്. അപ്പോ നമുക്കിത് വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഈ ഏഷ്യൻ പെയിന്റ്സ് നല്ലൊരു കമ്പനിയാണോ, അതോ അതിന് നല്ലൊരു സ്റ്റോക്ക് എനിക്ക് ഈ പെയിന്റ് സെക്ടറിന് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അനാലിസിസ് തുടങ്ങാം. ഇപ്പം തുടങ്ങുന്നതിന് മുന്നേ നമുക്കിപ്പോ ഇതിലിപ്പോ എല്ലാ പാരാമീറ്റേഴ്സും ഇവിടെ ഇല്ല. ഇപ്പൊ EPS ഇല്ല, അതുപോലെ ROE ഇല്ല, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇല്ല, അതുപോലെ PB റേഷ്യോ ഒന്നും ബൈ ഡിഫോൾട്ട് അവർ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് വേണമെന്ന് തോന്നുന്ന പാരാമീറ്റേഴ്സ് ഇവിടെ എഡിറ്റ് കോളംസ് ഓപ്ഷൻസ് വെച്ചിട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ അവർ പറയും നമ്മുടെ അടുത്ത് ഒരു അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും. സ്ക്രീനറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറയും. നോക്കാം, ഇവിടെ രജിസ്റ്റർ ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒരു അക്കൗണ്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ആ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ആൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, അത് വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തു. ഇപ്പൊ അവിടുത്തെ സെലക്ട് ചെയ്തിട്ടുള്ള കോളംസ് ആണ് കാണിക്കുന്നത്, ഓൾറെഡി ഉള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. പറഞ്ഞ പോലെ EPS ഇല്ല, ലാസ്റ്റ് ക്വാർട്ടറിൽ EPS ആഡ് ചെയ്യാം. അതുപോലെ EPS ഫോർ ലാസ്റ്റ് ഇയറിൽ തന്നെ EPS നമുക്കൊന്ന് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇല്ല, റിട്ടേൺ ഓൺ ഇക്വിറ്റി അതും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം 3 ആഡ് ചെയ്യാം. സേവ് കോളംസ്. ഇനി നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൈസ് ടു ബുക്ക് റേഷ്യോ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ അത്യാവശ്യം വേണ്ട പാരാമീറ്റേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവസാനത്തെ ഈ 2 കമ്പനികൾ 6ഉം 7ഉം ഇതിന് രണ്ടിനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ P ബ്ലാങ്ക് ആണ്.
ഇപ്പം അതെന്താണ് അങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു EPS നോക്കിയാൽ മതി. ഇപ്പൊ ലാസ്റ്റ് ക്വാർട്ടറിൽ EPS രണ്ട് കമ്പനീസിന്റെ നെഗറ്റീവ് ആണ്. അതായത് രണ്ട് കമ്പനീസും നഷ്ടമാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ P ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. അതായത് പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് EPS ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നമ്മള്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തൽക്കാലം ഈ രണ്ട് സ്റ്റോക്സും മാറ്റി വെക്കാം, ഒഴിവാക്കാം. അതല്ല ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയിരിക്കണം. എന്തുകൊണ്ട് ഈ രണ്ട് കമ്പനീസ് മാത്രം ഇങ്ങനെ നഷ്ടം റിപ്പോർട്ട് ചെയ്തു? കാരണം ഇതിലിപ്പോ ബാക്കി 5 കമ്പനീസും നഷ്ടമല്ല, ലാഭത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം സെക്ടറിന് പൊതുവെ ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് മനസ്സിലായി. എന്തോ കാരണം വെച്ചാൽ ഈ രണ്ട് കമ്പനീസ് മാത്രമാണ് ഇങ്ങനെ നഷ്ടത്തിൽ ആയത്. അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിനൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് വല്ല അഗ്രസീവ് പ്ലാനോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ കിട്ടിയിട്ട് അത് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ രണ്ട് സ്റ്റോക്സും ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പരിഗണിക്കാവൂ. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം ബാക്കി 5 സ്റ്റോക്സ് നോക്കാം. ഇപ്പൊ അഞ്ചാമത്തെ നോക്കുകയാണെങ്കിൽ യുഗ് ഡെക്കോർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ROCയും അതുപോലെ ROEയും നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ബെഞ്ച് മാർക്ക് വാല്യൂസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ROC നോക്കൂ <15% ആണ്, ROE പറയുന്നത് <12% ആയിട്ടുണ്ട്. അപ്പൊ അത് ഒരു നല്ല സൈൻ അല്ല, നല്ലൊരു റിട്ടേൺ അല്ല കാണിക്കുന്നത്. മാത്രമല്ല ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. 11 കോടി മാത്രമാണ് ഇവരുടെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം അതും മാറ്റി വെക്കാം. കാരണം കുറച്ച് റിസ്കി ആണ് അത്തരം കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിപ്പം എങ്ങോട്ട് വേണമെങ്കിലും ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും എളുപ്പം മാറും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് തൽക്കാലം അതും ഒഴിവാക്കാം. ഇപ്പൊ ബാക്കി 4 കമ്പനീസ് നോക്കാം. എക്സോ നോബൽ, ബർജർ പെയിന്റ്സ്, നെറോലാക്, ഏഷ്യൻ പെയിന്റ്സ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പം എക്സോ നോബലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സോ നോബൽ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ROCE കാണിക്കുന്നത്. അതുപോലെ തന്നെ ROEയും എക്സോ നോബലിന്റെ ആണ് നല്ല റിട്ടേൺസ് കാണിക്കുന്നത്. അതേസമയം എക്സോ നോബലിന്റെ PE നോക്കൂ. PE കൂട്ടത്തില് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എക്സോ നോബലിന്റെ ആണ്. അപ്പൊ നമുക്ക് ഈ സ്ക്രീനറിൽ ഒരു ഇൻഡസ്ട്രിയുടെ PE എന്താന്ന് ഇവിടെ പോയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാനുവലി തന്നെ ജസ്റ്റ് ഈ 5 സ്റ്റോക്സ് മാത്രമുള്ള ഒരു ഇതിന്റെ ഒരു ആവറേജ് PE എത്രയായിരിക്കും, സെക്ടറിന്റെ PE എത്രയായിരിക്കും എന്ന് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ഈ 5 PEസും ആഡ് ചെയ്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കിട്ടിയത് 30 ആണ്, 30. അപ്പൊ ഈ 30 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ PE ശരിക്കും നല്ല കുറവാണ്, 19 ഉള്ളൂ. അതേസമയം ഈ ഏഷ്യൻ പെയിന്റ്സിന്റെയും ബർജർ പെയിന്റ്സിന്റെയും നല്ല കൂടുതലുമാണ്. അപ്പൊ അതാണ് നിൽക്കട്ടെ. അപ്പൊ ഇതിന്റെ PE കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷയില്ല, അതല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു കമ്പനിയെ പറ്റി അവെയർ അല്ല, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇതൊരു ഡൗട്ട്ഫുൾ കേസ് തന്നെയാണ്. PE കുറവാണ്, പക്ഷെ റിട്ടേൺ ഒക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതും ഇവിടെ മാറ്റി വെക്കാം. നമ്മളും വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ബാക്കി 3 കമ്പനീസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ബർജർ പെയിന്റ്സ്, നെറോലാക്, ഏഷ്യൻ പെയിന്റ്സ്, പിന്നെ ഈ 3 നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഈ 3 നോക്കുമ്പോൾ ഇതില് ഏഷ്യൻ പെയിന്റ്സിന്റെയും ബർജർ പെയിന്റ്സിന്റെയും PE ഒരേ ലെവലിലാണ്. രണ്ടും ഹൈ ആണെങ്കിലും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതുപോലെ നെറോലാക്കിന്റെ PE കുറച്ച് കുറവാണ്. പക്ഷെ സെക്ടർ PE 30 ആണ്. പക്ഷെ നെറോലാക്കിന്റെ PE അപ്പൊ ഏകദേശം 30നോട് അടുത്ത് നിൽക്കുന്നത് ഇതിലിപ്പോ നെറോലാക്കിന്റെ PE ഉള്ളൂ. അപ്പം ഈ PE എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു പ്രതീക്ഷയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനെ നമ്മളൊരു പ്രൈസിന്റെ ടേംസിൽ, ക്യാഷിന്റെ ഒരു ടേംസിൽ കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് നമ്മളുടെ PB വാല്യൂ എന്ന് പറയുന്നത്, ഈ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ. അതായത് ഇതാണ് നമ്മുടെ PB, നമ്മൾ ആഡ് ചെയ്ത PB വാല്യൂ. CMP ഡിവൈഡഡ് ബൈ BV എന്നാണ് കാണിക്കുന്നത്. CMP എന്ന് പറഞ്ഞാൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ. അപ്പൊ അതാണ് നമ്മുടെ PB റേഷ്യോ. PB റേഷ്യോ ഏഷ്യൻ പെയിന്റ്സിന്റെ 15 ആണ് എന്ന് പറഞ്ഞാൽ ഇതില് ഇപ്പം ശരിക്കും ഏഷ്യൻ പെയിന്റ്സിന്റെ ഷെയർ പ്രൈസ് 1 രൂപയായിരുന്നു എങ്കിൽ ഇൻവെസ്റ്റർ 15 രൂപ വരെ മുടക്കാൻ തയ്യാറാണ്. 15 രൂപ വരെ കൊടുത്ത് അത് മേടിക്കാനായിട്ട് തയ്യാറാണ് എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. ശരിക്കും ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്, 1396 രൂപയാണ്. പക്ഷെ ഇപ്പം 1 രൂപയായിരുന്നുവെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഇത്ര വരെ കൊടുക്കാൻ റെഡിയാണ്. ബർഗറിന്റെയും ഏതാണ്ട് ആ ഒരു റേഞ്ചിലാണ് ബർജർ പെയിന്റ്സിന്റെയും ഇത് വരുന്നത്, PB റേഷ്യോ വരുന്നത്. പക്ഷെ അതേസമയം നോക്കൂ, നെറോലാക്കിന്റെ PB റേഷ്യോ ശരിക്കും പകുതിയാണ്. ഇൻവെസ്റ്റർ 7 രൂപ വരെയൊക്കെ കൊടുക്കാൻ റെഡി ആവുന്നുള്ളൂ എന്നാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലിയർ ആണ്. ആക്ച്വലി ഏഷ്യൻ പെയിന്റ്സും ബർജർ പെയിന്റ്സും ആണ് ഒരു എന്താ പറയുക നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുന്ന 2 കമ്പനീസ് എന്ന് ക്ലിയർ ആണ്.
അപ്പൊ നമുക്ക് തൽക്കാലം ഈ രണ്ട് കമ്പനീസിലേക്ക് കുറച്ച് കൊണ്ടുവരാം നമ്മളുടെ അനാലിസിസ്, നെറോലാക്കും മാറ്റി വെക്കാം. അപ്പൊ നോക്കുമ്പോൾ ഇനിയിപ്പോ നമ്മളും കൺഫ്യൂസ്ഡ് ആണ്, ഇതിന്റെ പിയും എല്ലാം ഒരേ ലെവലില് നിൽക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ ഇവിടെ കാണാം, EPS, ആനുവൽ EPS. ആനുവൽ EPS നോക്കൂ. ഏഷ്യൻ പെയിന്റ്സിന്റെ EPS പറയുന്നത് 21 ആണ്. അതേസമയം നമ്മുടെ ബർജർ പെയിന്റ്സിന്റെ EPS പറയുന്നത് വെറും 4 രൂപയാണ്. ഇപ്പം ഒട്ടും എന്താ പറയാ, കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല, അത്രയും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു EPS എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അവർ എങ്ങനെയാണ് ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്, അവര് ലോൺ എടുത്തിട്ടാണോ ഉണ്ടാക്കിയെന്നൊന്നും നമുക്ക് EPS എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ പക്ഷെ നമുക്ക് ഈ സ്ക്രീനറിൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ ചിലപ്പം ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഒരു പോസിറ്റീവ് സൈഡായിട്ട്, കമ്പനിക്ക് കടമൊന്നും ഇല്ലെങ്കിൽ അവരിവിടെ എഴുതാറുണ്ട്. അപ്പം കമ്പനി ഈസ് വിർച്വലി ഡെപ്റ്റ് ഫ്രീ എന്ന് അവർ എഴുതിയിട്ടുണ്ട് ഏഷ്യൻ പെയിന്റ്സിനെ പറ്റിയിട്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഈ 21 എന്ന് പറയുന്ന വാല്യൂ ഏഷ്യൻ പെയിന്റ്സ് അവരുടെ ശരിക്കുള്ള പ്രോഫിറ്റ് ആണ്, അവര് ലോണൊന്നും എടുക്കാതെ തന്നെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അത് ശരിക്കും നല്ലൊരു ക്ലിയർ ഇൻഡിക്കേറ്റർ ആയി നമുക്ക് ഇവിടെ ഏഷ്യൻ പെയിന്റ്സ് ഇസ് എ ഗുഡ് സ്റ്റോക്ക് എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു ഇതാണ്, കേപ്പബിലിറ്റിയാണ് നമുക്ക് ഈ EPS എന്നും കൂടെ ഇപ്പം എല്ലാം കൂടെ കമ്പയർ ചെയ്യും. നമ്മളിപ്പോ എല്ലാ ഡേറ്റയും കമ്പയർ ചെയ്ത് നോക്കും, പിയും PBയും EPSഉം അങ്ങനെ എല്ലാം ROC എല്ലാം കമ്പയർ ചെയ്ത് നമുക്കിപ്പം അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും, ഏഷ്യൻ പെയിന്റ്സ് തന്നെയാണ് ഒരു സേഫ് സ്റ്റോക്ക് എന്ന്. അതുപോലെ തന്നെ നമുക്കിപ്പം കുറച്ച് റിസ്ക് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പനീസ് ഏതെങ്കിലും ഒക്കെ കൺസിഡർ ചെയ്യാം, അക്സോ നോബലോ യുഗ് ഡെക്കോറോ ഒക്കെ കൺസിഡർ ചെയ്യാം. അതായത് നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൈസയുടെ ഒരു 75% ഒരു സേഫ് സ്റ്റോക്കിൽ ഇടുക, ബാക്കി ഒരു 25% നമ്മളൊരു റിസ്കി സ്റ്റോക്കിൽ ഇടുക. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളുടെ ഒരു ഡിസിഷൻ ആണ്, ഇങ്ങനെ നമ്മളുടെ ഒരു റിസ്ക് പ്രൊഫൈൽ വെച്ച് നമ്മൾ തന്നെ കമ്പൈൻ ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കൂ എത്ര കൺവിൻസിങ് ആണ് ആക്ച്വലി, ഒരാള് പറഞ്ഞു തരുന്നതിനേക്കാളും നമ്മൾ തന്നെ ഇങ്ങനെ നമുക്കുള്ള സ്റ്റോക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക പറയുന്നത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെയാണ്. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് പറയണം ഷാലിമാർ പെയിന്റ്സിന്റെ സ്റ്റോക്ക് ഇത്രയേ ഉള്ളൂ പ്രൈസ്, അപ്പം നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയണം. നമ്മളിതൊന്നും നോക്കാതെ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ ശരിക്കും എത്രത്തോളം റിസ്ക് ആണ് ഈ എടുക്കുന്നത്. നമുക്ക് റിട്ടേൺസ് ഒക്കെ നോക്കും, നെഗറ്റീവ് റിട്ടേൺസ് ആണ്. അപ്പൊ നമ്മൾ പോലും ഒന്നും അറിയാതെയാണ് ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഷാലിമാർ പെയിന്റ്സ് എന്നൊക്കെ ഉള്ള ഒരു കമ്പനിയൊക്കെ. അപ്പം അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ സേഫ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഒരു നല്ല സ്റ്റോക്കിലേക്ക് ഇങ്ങനെ സീറോ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി മാത്രമല്ല അപ്പം ഏഷ്യൻ പെയിന്റ്സിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ്, ക്വാർട്ടർലി റിസൾട്ട്സും അതുപോലെ P&L സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ സ്റ്റേറ്റ്മെന്റും പിന്നെ ബാലൻസ് ഷീറ്റും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ബാലൻസ് ഷീറ്റിൽ കണ്ടോ 2007 തൊട്ടുള്ള ബാലൻസ് ഷീറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ കൂടെ നമുക്ക് ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെ ഇതൊക്കെ ഈ ഡേറ്റ ഒക്കെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത്. അപ്പം P&L സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിൽ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഇതാ, EPS കാണിക്കുന്നുണ്ട്. എല്ലാ വർഷത്തെയും 2007 തൊട്ടുള്ള EPS കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ EPSഉം കൂടുന്നുണ്ട് എല്ലാ വർഷവും. അപ്പൊ അതും തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സ്ക്രീനർ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അനാലിസിസ് നടത്തുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു, മനസ്സിലാക്കിയ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ച് ഈ സ്ക്രീനർ സൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്കും ഏതെങ്കിലും സ്റ്റോക്കൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടണം. അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.